ഇവിടെ നായ്ക്കളുണ്ട്. പ്രിയരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രശ്മിയാണ്. ഒത്തിരി സന്തോഷങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാണ്ട്. അപ്പൊ ഒരു ദിവസം രാവിലെ തൊട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി നിങ്ങളടുത്തേക്ക് വരാം, നിങ്ങളോട് കുറച്ച് സംസാരിക്കാന്ന് ഓർത്തു. ഇന്ന് നമ്മളിപ്പോ രാവിലെ ഈ തല്ലിക്കുത്തി മേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കൂർക്കയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ കൂർക്ക കിട്ടിയോ? ഇനിയിപ്പോ ഇവിടെ ഞങ്ങള് കൂർക്ക സീസൺ ആണ് അല്ലേ. അപ്പൊ കൂർക്ക ഞാൻ എങ്ങനെ നേരേക്കുക, എന്തെങ്കിലും ഒരു കട്ടിയുള്ള തുണിയിലോ ചാക്കിലോ ഒക്കെ കൂർക്ക ഇട്ടിട്ട് ഇങ്ങനെ തല്ലിക്കുത്തി ചരക്കോ അതിന്. അപ്പൊ നമുക്കിത് നേരേക്ക് എടുക്കാൻ നല്ല എളുപ്പമാണ്. ഇവിടെ തല്ലും കുത്തും കഴിയുമ്പോ തന്നെ നിങ്ങളൊക്കെ കൂർക്കയുടെ തോലൊക്കെ പോയിട്ട് ഇങ്ങനെ കൂർക്ക വെളുവിളേനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ ഇതൊരു 6 or 7 വാട്ടി കഴുകുക, കയ്യം വെച്ച് ഇങ്ങനെ ഞരടിയിട്ട്. അപ്പൊ ആ കൂർക്കയിലുള്ള ബാക്കി തോലും കൂടെ അതിന്റെ കൂട്ടം അങ്ങോട്ട് ഒഴുകി പോകും കേട്ടോ. രാവിലത്തെ ടിഫൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാനിതാ ഈ പരിപാടിക്കൊക്കെ കടന്നത്. ഇത്തിരി നേരത്തെ തന്നെയാണ് ഇതൊക്കെ ഒരുക്കി ഉണ്ടാക്കുന്നത്. എനിക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണ്ടായിരുന്നേ. ഇതൊക്കെ ഊന് നന്നാക്കി വെച്ചിരുന്നു ഇന്നലെ തന്നെ, അതുകൊണ്ട് അത് എളുപ്പമായി. പിന്നെ കൂർക്ക ഇതാ ഒരുപാട് തവണ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ഇമക്ക് ഒരുപാട് ചുരണ്ടൊന്നും വേണ്ട. ഇങ്ങോട്ടൊക്കെ അവിടെ ഒരു കറുപ്പ് കുത്തും. പിന്നെ അയിമുള്ളന്ന് ആരുമില്ലേ, അതേ നേരേക്കാളും. അപ്പൊ ഞാൻ വെറും കൂർക്കയാണ് ഉപ്പേരി ആക്കാന്ന് ആദ്യമൊക്കെ ഓർത്തെ. ഇത് നേരേക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കൂർക്കയും പയറും കൂടെ ആക്കാ വെച്ചിട്ട് അങ്ങനെ പയറും പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂർക്ക നന്നാക്കി വേഗം ഫ്രിഡ്ജിക്ക് വെച്ചു. നിങ്ങൾ അമ്പലത്തിൽ പോയി വന്നിട്ട് പെട്ടെന്ന് ഇതൊക്കെ ആക്കാലോ. അപ്പൊ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കെട്ടി പുറപ്പെടാൻ പോവുകയാണ്. ഇന്നലെ ഒരു എറണാകുളം ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് രാവിലെ പോയിട്ട് വൈകിട്ട് ഒരു 9 മണി 9:30 ആയിട്ടാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. നല്ലോണം ലേറ്റ് ആയി. പിന്നെ പൊതുവെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേസ് ഒന്നിനും വയ്ക്കില്ല, ആകെ മൊത്തം ക്ഷീണോ വലിച്ചിലൊക്കെ ആവും. പക്ഷെ ഇത്തവണ ട്രെയിനിൽ അതുകൊണ്ടാണ് എന്താ അറിയൂല, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ 37 കാര്യസാധ്യതയുണ്ട്. വഴിപാടൊക്കെ ഞാൻ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്തതാണ്. എന്നാലും ഭഗവാനെ ഇങ്ങനത്തെ പ്രധാന ദിവസങ്ങളിൽ പോയി കണ്ടു തോന്നുന്നത് അത്രയും നല്ലതാണല്ലോ. അത് മാത്രല്ല, നമ്മൾ ഈ അമ്പലങ്ങളിൽ വഴിപാട് കഴിക്കുമ്പോ മാക്സിമം നമ്മൾ അന്ന് തന്നെ പോയി തൊഴാനും അതിന്റെ പ്രസാദം നമ്മൾ തന്നെ മേടിക്കാനും ഒക്കെ ട്രൈ ചെയ്യണം. അതൊക്കെയാണ് അതിൻ്റെതായ ഒരു ശരികളും രീതികളും ഒക്കെ. ഒട്ടും പറ്റാത്ത സമയത്ത് മാത്രം നമ്മളത് മറ്റുള്ളവരെ ആരെങ്കിലും ഏൽപ്പിക്കുക. അപ്പൊ ഇതൊക്കെയാണ് എന്റെ മേക്കപ്പുകൾ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ. ഇത്തിരി പൗഡർ ഇട്ടാൽ തന്നെ എനിക്ക് വലിയ എളുപ്പമാണ്. അപ്പൊ ഇത്തിരി നിറമൊക്കെ വെച്ച മാതിരി ഉണ്ടാവും. പുറത്തിറങ്ങിയ അപ്പൊ തന്നെ പൗഡർ പോയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് എല്ലാം പോകും. പൗഡർ ഇടുമ്പോ മാത്രം നല്ല കോൺഫിഡൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോ ഈ ഒരു വ്ളോഗ് വഴി വന്നിട്ടുള്ളത് കുറച്ചു നേരം നിങ്ങളടുത്ത് സംസാരിക്കാനും കൂടിയാണ്. എനിക്ക് എന്താ വെച്ചാല് എന്റെ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ഞാനത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യലുണ്ട്. അപ്പൊ ഇത്തവണ എനിക്ക് എന്റെ ഒരു വലിയ സന്തോഷം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാണ്ട് എനിക്ക് FB ഏണിങ്സ് വന്നു കേട്ടോ. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി. കുറെ അധികം കഷ്ടപ്പെട്ടു. അതിന്റെ മോണിറ്റൈസേഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴിഞ്ഞു കിട്ടാനൊക്കെ ആയിട്ട് കുറെ അധികം പരീക്ഷണങ്ങൾ നേരിട്ടു എന്ന് തന്നെ പറയാം. എന്നാലും ഒക്കെ നല്ല സൂപ്പറായി അടിപൊളിയായി റെഡിയായി കിട്ടി. അതിന് ഞാൻ എന്നെ സഹായിച്ച വിപിൻ ബാലനോട് ഒരു താങ്ക്സ് പറയാണ്. വിപിൻ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ FB പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നമ്പർ ചോദിച്ചാൽ മതി. ഞാൻ വിപിന്റെ നമ്പർ തരാട്ടോ. യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷന്റെ സമയത്ത് നമുക്കൊക്കെ ക്ലിയർ ചെയ്ത് തന്നതിന്റെ അനിയത്തിയാണ്. അപ്പൊ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ FB അവള് തലകുത്തി പറഞ്ഞിട്ടും ശരിയാക്കാൻ പറ്റിയില്ല. അതിന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കേണ്ടതൊന്നും. എന്തായാലും വിപിൻ എല്ലാം എനിക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ക്ലിയർ ചെയ്യാനാണെങ്കിലും FB ക്ലിയർ ചെയ്യാനാണെങ്കിലും ഒക്കെ വിശ്വസനീയമായ 2 പേര് നമ്മളുടെ കയ്യിലുണ്ട്. 2 സുഹൃത്തുക്കളും എന്റെ അനിയന്മാരും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അവരുടെ നമ്പർ വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ കമന്റിൽ തരാം കേട്ടോ. ഇന്നമാരി ഉണ്ടല്ലോ കുറെ പേരുണ്ടാവാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ഇങ്ങനെ ആൾക്കാർ ഉപയോഗിക്കുന്നത് കാണുമ്പോഴൊക്കെ ഇക്കും ഇങ്ങനെയൊക്കെ വല്ലതും തുടങ്ങണം, ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ഏണിങ്സ് മേടിക്കണം, അങ്ങനെയൊക്കെ കഴിവുള്ള ഒരു ഇഷ്ടംമാതിരി ആൾക്കാരുണ്ടാവും. ചെയ്യാനുള്ള മടി കൊണ്ടും പിന്നെ ആൾക്കാരെന്ത് പറയുന്നില്ല ആ ചിന്ത കൊണ്ടും ഒക്കെ പിൻവലിഞ്ഞ് നിൽക്കണം. ഇനിയിപ്പോ ഇത് തുടങ്ങിയവരുണ്ടാവുമല്ലോ, നല്ല കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടാവും, വീഡിയോ ഒക്കെ ചെയ്തു പോകുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ ഏണിങ് സമയത്ത് ഇതെങ്ങനെ പൈസ നമ്മൾ മേടിക്കണം, ഇതിന്ന് അതിന് എന്തൊക്കെ പ്രോസസ് ചെയ്യണം, അതൊന്നും അറിയണ്ടാവില്ല ഇന്നമാതിരി. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ മുന്നത്തെ മാതിരിയൊന്നും അല്ല. നമുക്കതെല്ലാം ക്ലിയർ ചെയ്ത് തരാൻ ഇഷ്ടം പോലെ വിശ്വസനീയമായ ആൾക്കാരുണ്ട്. നമ്മൾ എന്താ വെച്ചാൽ ആരുടെയും പോയിട്ട് നമ്മുടെ പേജ് കൊടുക്കാണ്ടിരിക്കുക, അതത്ര സേഫ് ആയ ഒരു കാര്യമല്ലല്ലോ. അപ്പൊ അത്രയും വിശ്വാസമുള്ള ഒരാളെടുത്ത് മാത്രം നമ്മൾ നമ്മളുടെ ചാനൽ കൊടുക്കുക, അതിന്റെ പ്രോബ്ലംസ് ഒക്കെ മാറ്റുക, എന്നിട്ട്
നമ്മുടെ ചാനൽ നമ്മുടെ സ്വന്തമാക്കുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഇൻസ്റ്റയില് സബ്സ്ക്രിപ്ഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നല്ല രീതിയിലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, നന്നല്ലാത്ത രീതിയിലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ അത് ഇൻസ്റ്റ തരുന്ന ഒരു ഫ്യൂച്ചറാണ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണല്ലോ. അപ്പൊ ഞാൻ അതില് ഈ പറഞ്ഞ കൂട്ട് വെറും ഒരു 4-5 സ്റ്റോറി ഇട്ടിരുന്നു. അങ്ങനെ ഇട്ടപ്പോ സബ് കൂടാൻ തുടങ്ങി. ഒരു പക്ഷെ നമ്മുടെ കൂട്ടക്കാര് കുടുംബക്കാര് അറിയുന്നവരറിയാത്തവരൊക്കെ ഇവളിതിൽ എന്താ കാണിക്കണേ എന്നറിയാൻ വേണ്ടി മാത്രം എന്നെ സബ് ചെയ്തതായിരിക്കും, എനിക്കറിയാം. എന്തായാലും ചട്ടപ്പടേനെ കുറച്ച് സബ് അങ്ങ് കൂടി. അങ്ങനെ ഇൻസ്റ്റയിൽ എനിക്ക് ചെറിയൊരു ഏണിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ DM-ല് മെസ്സേജ് വരാൻ തുടങ്ങി. ഇൻസ്റ്റയില് ഈ ഒരു സബ് തുറന്നിട്ടിട്ട് ഇതിലൊരു കുന്തോ ഇല്ലല്ലോ, നിനക്ക് നാണോ ഇല്ലേ ഇങ്ങനെയൊക്കെ ഏൺ ചെയ്യാൻ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അപ്പൊക്ക് എന്തോ പോലെ നമ്മൾ ഈ 4-5 സ്റ്റോറി ഇട്ടു, ഇൻസ്റ്റാ സബിൽ ഒരു എമൗണ്ട് ഇട്ടു. ഇതിപ്പോ ഇയാള് വിറ്റ് ഇങ്ങനെയും പറഞ്ഞപ്പോ തിരിച്ചു പറയാനൊന്നുമില്ല. ഞാൻ അവര് ബ്ലോക്ക് ചെയ്ത് മണ്ടി പോന്നു. പക്ഷെ എനിക്കൊരു കുറ്റബോധം, കാരണം നമ്മളെപ്പോലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഈ ഒരു സബിലെ ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ട് വേറെ രീതിക്ക് പൈസ ഉണ്ടാക്കണം, അതുകൊണ്ട് അതൊരു മോശമാണ് എന്നുള്ളൊരു ചിന്തയിലിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്യും. ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഇൻസ്റ്റ നമുക്ക് തരുകയും ചെയ്തിട്ടുണ്ട്, അതിനെങ്ങനെ ഇപ്പൊ ഒന്ന് യൂസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ കരുതി നമുക്ക് അതിലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തൂടെ. ഇപ്പൊ ഞാൻ ഫാമിലി വ്ളോഗറാണ്, പ്രത്യേകിച്ച് വേറെ കണ്ടന്റ് ഒന്നുമില്ല. ഞാൻ ഓർത്ത് എന്റെ സോഷ്യൽ മീഡിയ ലൈഫ് അനുഭവങ്ങള്, എനിക്ക് എങ്ങനെയാണ് ടൈം പാസിന് തുടങ്ങിയ ഈ സോഷ്യൽ മീഡിയ ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോമായി മാറിയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കണ്ടന്റ് ആക്കി ഇടാൻ തുടങ്ങി. അപ്പോൾ എന്നെ ഫോളോ ചെയ്ത് സബ് ചെയ്ത കുറെ പേര് അൺസബ് ചെയ്തു. കാരണം അവരെന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത് അതല്ല. അൺസബ് ചെയ്തോട്ടെ, ജെന്യൂൻ ആയിട്ടുള്ള 3-4 സബ് എനിക്ക് മതി, അതിൽ കിട്ടുന്ന ചെറിയൊരു ഇൻകം എനിക്ക് മതി. അപ്പോഴും നമുക്ക് സംതൃപ്തി ഉണ്ടാവും അല്ലേ. പിന്നെ തെറ്റിദ്ധരിച്ച് സബ് ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്നവർ അതെന്താ ആയിക്കോട്ടെ, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആ സ്റ്റോറി ഫോട്ടോസ് നമ്മുടെ കണ്ടന്റ് ഒക്കെ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്ത് പോവാം. പിന്നെ അതുപോലേക്ക് വേറെ വലിയൊരു സന്തോഷം ഉണ്ടായിട്ടോ. അമ്പലത്തിലൊക്കെ എത്തി വഴിപാടൊക്കെ കഴിച്ചു, തൊഴുതു പ്രാർത്ഥിച്ച് നിൽക്കുമ്പോ നമ്മൾ മുന്നേ മുണ്ടേക്കോട്ടെ വീഡിയോ ഇട്ടിരുന്നല്ലോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ. അപ്പൊ ഒരാളത് കണ്ടിട്ട് നമ്മുടെ അമ്പലം തേടി വന്നിരിക്കുന്നു. ആളുടെ പേര് സ്മിത എന്നാണ് കേട്ടോ. അപ്പൊ അമ്പലത്തിൽ നിന്ന് സ്മിത എന്റെ അടുത്ത് പറഞ്ഞു അഡ്രസ്സ് അമ്പലത്തിന്റെ ചോദിച്ചു. ഞാൻ മെസ്സേജ് അയച്ചപ്പോ റിപ്ലൈ വന്നില്ല. ചെറിയൊരു പരിഭവത്തോടു കൂടി പറഞ്ഞു. ഞാൻ പറഞ്ഞോടാ, എനിക്ക് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ, ആവശ്യത്തിനാണോ ആവശ്യമില്ലായിട്ടാണോ കമന്റ് മെസ്സേജ് ചെയ്യണെന്ന് ഉറപ്പില്ലല്ലോ, അതുകൊണ്ടാണോ ഒന്നും കരുതിയേക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. പരിചയപ്പെട്ടു, ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ സ്മിതയെ കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി. കൂനുകറിയാണ്. കൂനുകറി എളുപ്പമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഉള്ളി തക്കാളി ഒന്നും വഴറ്റണില്ല. നമ്മള് ഉള്ളിയും കുരുമുളകും കൂടെ അരച്ചതാണ്. ആ ഒരു അരപ്പിലോട്ട് കൂന് നന്നാക്കി ഇതിട്ടു. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പൊടികൾ മാത്രമാണ് ചേർക്കുന്നത്. അല്ലാണ്ട് ചിക്കൻ മസാല പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറിയിലൊക്കെ ആ വെളുത്തുള്ളി ഇഞ്ചിയും ചതയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലും രുചിയൊക്കെ ഉണ്ടല്ലോ, അത് ഈ കൂൻകറിക്കും കിട്ടും. നല്ല എളുപ്പമാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ആ ചാറിനൊരു സ്വാദ് ഉണ്ടാവില്ല. കഴിഞ്ഞ വാട്ടി കൂൻകറി വെച്ചപ്പോ നല്ലോണം വെള്ളമായിട്ട് ഒട്ടും നന്നായിരുന്നില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പെർളനെ ആക്കിയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ചട്ടിയൊക്കെ അടച്ചു വെച്ച് അങ്ങനെ വേവിക്കുക. നല്ല സ്വാദാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കൂൻ എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് എപ്പോഴും കിട്ടൂലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള പാക്കറ്റ് മേടിച്ചിട്ട് സംതൃപ്തി അടയാന്നാണ് പറഞ്ഞു വരുന്നത്. കുറെ പേര് DM-ല് ഇങ്ങനെ വന്നിട്ട് എങ്ങനെയാണ് ചേച്ചി FB-ന്ന് ഏണിങ്സ് വന്നു തുടങ്ങി, അല്ലെങ്കിൽ മറ്റു ചാനലുകളിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഏണിങ്സ് എങ്ങനെ വന്നു തുടങ്ങിയെന്ന് മെസ്സേജ് അയച്ചും കൊണ്ടേ ഇരിക്കുക എൻ്റെ അടുത്ത്. അപ്പൊ എനിക്ക് ഒത്തിരി പേരെടുത്ത് ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അതിൽ തന്നെ പ്രത്യേകം നമ്മൾ പോസ്റ്റ് ചെയ്തൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയാവുന്ന കാര്യങ്ങളും എന്റെ അനുഭവങ്ങളും ആയിരിക്കും ആ ഒരു സബ് എന്നുള്ള ഭാഗത്ത് ഉണ്ടാവുക. അപ്പൊ വേണ്ടവര് അത് സബ് ചെയ്തിട്ട് അതിൽ കണ്ടോളൂ. സബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരാണ് സബ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെയുള്ളവര് ജെന്യൂനായ കാര്യമാണ് നമ്മളെടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കുന്നെങ്കിൽ നമുക്ക് അറിയുന്നത് അങ്ങനെ റിപ്ലൈ കൊടുക്കുകയും ചെയ്യും കേട്ടോ. കിട്ടുന്ന സമയം മാറി പറ്റുന്ന പോലെ അത്രേ പറയുന്നുള്ളൂ. കാരണം നമുക്ക് ആ ഒരു സംഭവം അത് തന്നെയാണ് എന്റെ ഒരു എന്താ പറയാ ഏണിംഗ് പ്ലാറ്റ്ഫോം എന്ന് വിചാരിച്ചാൽ അതിൽ തന്നെ ശ്രദ്ധിക്കാനൊന്നും പോണില്ല. അത് ഇൻസ്റ്റ തരുന്ന ഒരു ഫീച്ചറാണ്. അതിപ്പോ യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ അത് തരുന്നുണ്ട്.
അപ്പൊ അതിനെ നമ്മൾ ഏൺ ചെയ്യുക, നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് ഇട്ടിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി അത് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഏട്ടൻ ചിലപ്പോ ചീത്ത അറിയും, വെറും കൂർക്ക് വെച്ചാതിന്ന് പറഞ്ഞേണ്. പിന്നെ 1-2 വാട്ടി വെറും കൂർക്ക് ഉപ്പേരിയാക്കി കൊടുത്തന്നു. ഇതിപ്പോ ഏകദേശം നട്ടുച്ച ആവാനായിണേ. ഇന്നിപ്പോ അമ്പലത്തിൽ പോക്കും വരവും എല്ലാം കൂടി ആയിട്ട് പിന്നെ വ്ളോഗ് കൊടുക്കല്ലേ, അപ്പൊ സമയമൊക്കെ നല്ലോണം വഴുകി. ഇപ്പൊ കഴിക്കാൻ വരും, ആദ്യത്തിനും ക്ലാസ് വിട്ട് വരും. അപ്പൊ ഇനി കൂർക്ക നന്നാക്കി കഴിഞ്ഞ് വെറും കൂർക്കുപ്പേരി ആക്കാനുള്ള സമയമില്ല. അപ്പൊ ഇങ്ങനെ ഐഡിയക്ക് കളിച്ചു, പകുതി കൂർക്ക അങ്ങോട്ട് നുറുക്കിയെടുത്തു, ബാക്കി പയറും കൂട്ടിയിട്ട് വെക്കാച്ചു. ഇത്രയും കൂർക്ക മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഇതിൽ കൂടെ കറുത്തുകായോ ഒരു കുഞ്ഞിക്കായോ ഒക്കെ കൂട്ടി വേറൊരു വാട്ടി ഉപ്പേരി ആക്കാൻ വേണ്ടി അത് അങ്ങനെ ഫ്രിഡ്ജിക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചരിയുമ്പോ ഏടത്തിയമ്മോട് വർത്താനം പറയുമ്പോഴൊക്കെ അതും കൊണ്ടാണ് പോകും ഞാൻ. അപ്പൊ വർത്താനവും നടക്കും, ബാക്കി കൂർക്കരേക്കലും നടക്കും. അങ്ങനെയൊക്കെയാണ് നമ്മള് പണിയുള്ള എളുപ്പത്തിൽ ഒരിക്കലും കേട്ടോ. എത്ര എളുപ്പത്തിലറിയോ നമ്മളെ കൂനുകറിയൊക്കെ സെറ്റായത്. ഈ കൂനുകറി ഉണ്ടല്ലോ ചോറിക്ക് മാത്രല്ല, ചപ്പാത്തിക്ക് വെള്ളപ്പത്തിക്ക് ഒക്കെ സ്വാദം ഉണ്ടാവും. പിന്നെ എളുപ്പമാക്കുകയും ചെയ്യാലോ. മാട്ടിയും കുറുക്ക് അലബാരവും ഒന്നും വേണ്ട. ഇത് വെന്ത് കഴിഞ്ഞാല് ഒരിത്തിരി വെളിച്ചെണ്ണ വേണേ ഒഴിച്ചു കൊടുക്കുക. എണ്ണ വിരോധികളാണെങ്കിൽ അതൊക്കെ അൺഹെൽത്തി ആണല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എണ്ണ ഒട്ടും ഒഴിക്കാണ്ടേ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ. അപ്പൊ നമ്മുടെ കൂർക്കൊക്കെ പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് കുറച്ചധികം വെള്ളത്തിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ്. ഇപ്പൊ ഏകദേശമൊക്കെ വെന്ത് പാകമായപ്പോ നമ്മള് നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പയറില്ലേ അത് ഇട്ട് കൊടുക്കുക. ശരിക്കും ഈ ഒരു പയർക്ക് ഇത്രയും വെള്ളം വേണ്ട. ഇത് ഒരു തുള്ളി എണ്ണയിൽ ഇങ്ങനെ ചെറുതായി മൂപ്പിച്ച് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പയറാണ്. നല്ലൊരു പ്രത്യേക ഒരു കുഞ്ഞു മധുരമൊക്കെ ഉള്ള ഒരു പയറുണ്ടാവൂലേ, അങ്ങനത്തെ. എന്നാലും കൂർക്കയുടെ കൂട്ടല്ലേ എന്നോർത്ത് ഞാൻ ഒരിത്തിരി വെള്ളം അധികം വെച്ചാണ്. പക്ഷെ പയറിട്ടപ്പോ കറക്റ്റ് ആയിട്ടോ, വെള്ളമൊക്കെ പാകമായി. ഒരു കൂർക്കയുടെ ഒരു നനവിലും ചെറിയൊരു ഈർപ്പത്തിൽ തന്നെ ആ ഒരു പയറ് വെന്തിട്ടും. അങ്ങനെ ആയാലും ആ കൂർക്കയ്ക്കും പയറിനും നല്ല പ്രത്യേക സ്വാദം ഉണ്ടാവും. അതെല്ലാം ആയി, ഇനി ഊണ് കഴിച്ചാൽ മതി. ഏട്ടൻ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു. പക്ഷെ കൂട്ടത്തില് കൂർക്ക ഉപ്പേരി വെച്ചില്ലേന്ന് ചോദിക്കാൻ മറന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനും ആദ്യം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ടൗണിലേക്ക് ഒന്ന് പോവുകയാണെ. അവന്റെ ജിമ്മും കാര്യങ്ങളും ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നല്ലൊരു ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്യാച്ചു. അപ്പൊ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ്. ഇമ്മളത് തീർന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കൂടുതൽ. ഞാൻ തന്നെ നോക്കണം, എന്നെ ഭംഗി വീഡിയോ എടുക്കണേ പുള്ളിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ. അമ്മ ഇവിടെ നായ്ക്കളുണ്ട്. അപ്പഴും എന്നോട് പറഞ്ഞു കേട്ടോ. നമ്മളെ കണ്ടാ പോവും, നമ്മളെ കണ്ടാ പോവും ജിമ്മന്മാരും. അത് ഞാൻ ജിമ്മനാ, ഞാൻ നമ്മളെ ബാക്കിലുള്ള ആളെ കാണുക പെട്ടെന്ന്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ അരറ്ററ്റം പുല്ലും പൊന്തയാണ്. ഇവിടെ നടക്കുമ്പോ പേടിക്കണം. എന്താ വെച്ചാൽ പാമ്പും ചേരി ഉണ്ടാവൂലേ, അത് വേറെ. നായക്കള് അതിനേക്കാളാണ്. അതിന്റെ തൊഴിൽക്കേട് പിന്നെ പറയും വേണ്ട കേട്ടോ. പെയ്യൂല്ലേ. ഞാൻ ആ പച്ചസാരി എടുത്തിട്ടേ ഇങ്ങോട്ട് വരാന്നാ വിചാരിച്ചു വീഡിയോ എടുക്കാൻ. സൂപ്പറായിട്ട് കിട്ടി പറയാ. ഞാനിങ്ങ എന്തേ കിട്ടൂല എന്തോ അതെന്താ അങ്ങനെ പറയണ വെച്ചാൽ നല്ല ഭംഗിയുള്ള പാടാണ് തോടാണ് പറഞ്ഞിട്ട് എന്താ കാര്യം. കണ്ണി കണ്ടൊക്കെ തോട്ടിക്കിട്ടിട്ടേ തോടാകെ പുഴിപ്പിച്ചും കൂട്ടോ. എന്ത് ശരിയാ. എങ്ങനെയുണ്ട് ഗേസ് ഞങ്ങളുടെ പോപ്പിക്കൂട. ഇത് എന്നത്തെ കോടയാണ് അല്ലേ. ആ അടിപൊളിയാടാ. ദിക്കോടെ കാണുമ്പോക്ക് ഞാൻ പറ്റില്ല കേട്ടോ. കൊടയുടെ കൊളാബ് കിട്ടൂടാ. അത് കാണിക്ക്. കൊടയുടെ കൊളാബ് കിട്ടിയാലേ നമുക്ക്. അതെ, നമ്മൾ 3 പേരും കൊട പിടിച്ചെടുക്കാം. അച്ഛനൊരു വലിയ ആനക്കൊട കൊടുക്ക. എന്താടാ നീർക്കാക്ക അല്ലേ? അത് നീർക്കാക്കയല്ലേ ഗൈസ്? പണ്ട് നമ്മള് ഓഫീസിൽ പോകുമ്പോ ഇവിടെ നിന്നിട്ടല്ലേ വീഡിയോ എടുത്തിരുന്ന്. ആമുണ്ട്. അപ്പൊ നമ്മളെ ടൗണത്തെ കടയിൽ നിന്ന് നമ്മള് ആവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഓന് ഇനി കഴിക്കേണ്ടതും കുടിക്കേണ്ടതൊക്കെ തോനെയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഒക്കെ ഇങ്ങനെ ക്വാണ്ടിറ്റി കുറച്ച് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഓനൊരു ലിസ്റ്റ് ആക്കി തന്നതാ. ലിസ്റ്റ് കണ്ടപ്പോ തന്നെ എന്റെ ബോധം പോയി. അപ്പൊ കൊറേയൊക്കെ അവൻ ബാഗിൽ കുത്തി നിറച്ചു. അമ്മയ്ക്ക് ഫോണ് വീഡിയോ എടുക്കലും കവർ പിടിക്കലും ഒക്കെ പാടെ വയ്ക്കൂല പറഞ്ഞിട്ട്. മഴയാണെങ്കിൽ ഇത്തിരി പൊടിക്ക് ചാറിനും ഉണ്ട്, കൊടയാണെങ്കിൽ ഒന്നും ഉള്ളൂ. അങ്ങനെയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ച സാധനങ്ങളൊക്കെ കുത്തി നിറച്ചിതാ വീണ്ടും നടന്നു പോവാണ്. ഇപ്പൊ പോണ എവിടേക്കാ വെച്ചാല് ഇവന് കഴിക്കണ ഫുഡൊക്കെ
100 ഗ്രാം 200 ഗ്രാം അങ്ങനെയൊക്കെ എടുക്കണം. അപ്പൊ അതിന് കിച്ചൺ സ്കെയിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇത്ര, അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവൻ അത് നോക്കുന്നുണ്ട്. നേരത്തെ ഞാൻ എന്താ പറയാ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. നമ്മള് പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ട നമ്മളിങ്ങനെ നോക്കൂലോ. എല്ലാം നോക്കി കണ്ണു വെച്ചു എന്നല്ലാണ്ട് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. എല്ലാ സാധനങ്ങളോടും ടാറ്റ ബൈ ബൈ പറഞ്ഞു. ഒരിക്കൽ വരാം, നിങ്ങളെയൊക്കെ ഞാൻ കുറേശ്ശെ കൂട്ടിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും മേടിക്കണം തോന്നിയത് കുപ്പിപാത്രങ്ങളാ, പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടേക്കാനായിട്ട്. പക്ഷെ ഒന്നും മേടിച്ചിട്ടില്ല. ഇപ്പൊ എന്തായാലും എല്ലാം കൂടെ നടക്കൂല. പിന്നെ പ്ലേയിലൊക്കെ നമുക്ക് മേടിച്ചു കൂട്ടാം. അപ്പൊ ആദ്യം അവിടെ ആദിയുടെ ഐറ്റം തിരയുകയാണ്. തിരഞ്ഞു കിട്ടി, പക്ഷെ എനിക്ക് വില അങ്ങോട്ട് ഒത്തില്ല. സാധനമൊക്കെ നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി അത് ഓൺലൈനായിട്ട് കിട്ടുമോ നോക്കാന്നൊക്കെ പറഞ്ഞ് തൽക്കാലം ഞാൻ അവനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. അവനത് വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാം നോക്കണമല്ലോ. നമ്മൾ എവിടെ നിന്നാണ് ഇത്തിരി ലാഭത്തിൽ കിട്ടുവെച്ചാൽ അവിടെ നിന്ന് മേടിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ചിലപ്പോ ക്വാളിറ്റി ഒക്കെ മോശമായിരിക്കും, എന്നാലും വേണ്ടില്ല. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യല്. അതിനൊക്കെയുള്ള പ്രാപ്തി ഇമ്മക്കുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ സാധനം മേടിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുന്ന വഴിയാണ് മഴ ഇങ്ങനെ മൂടി നിൽക്കുകയാണ് കേട്ടോ. മഴ പെയ്യണേന്റെ മുന്നേ വീടെത്തമ്മ. അപ്പൊ ഒന്നും വേണ്ടൊക്കെ പറഞ്ഞാണ് അവൻ അങ്ങനെ പുറത്തു പോയ എന്തെങ്കിലും തിന്നണം കുടിക്കണം എന്ന് ഇപ്പൊ നിർബന്ധവും വാശിയൊന്നും ഇല്ല. വലിയ ചെക്കനായില്ലേ, അതിന്റെയൊക്കെ മാറ്റം തുടങ്ങിയിട്ടുണ്ട്. ചെറുതാണ് കിണുങ്ങി തൊഴിലും കെടുത്തി എന്നെ കൊണ്ടെല്ലാം മേടിപ്പിക്കുക. എന്നാലും നമ്മള് പുറത്തിറങ്ങുമ്പോ 10 രൂപയുടെ റൈസയിലും മേടിച്ചു കൊടുത്താൽ അങ്ങനെ ഞാൻ ശീലിപ്പിക്കൊണ്ട് എനിക്കത് ചെയ്യാതിരിക്കുമ്പോ ഇടങ്ങാറ. പറ്റ കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഒന്നും മേടിച്ചു കൊടുക്കൂല, വേറെ കാര്യം. അപ്പൊ അങ്ങനെ ഒരു കരിമ്പ് ജ്യൂസാണ് പറഞ്ഞത്. ഇത് വലിയ പിടുത്തല്ല, ഒരു സിപ്പൊക്കെ അടിക്കും വെറുതെ ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. നല്ല നട്ടാറ വേനൽക്കാലത്തൊക്കെ എനിക്ക് ദാഹം കൊണ്ട് അങ്ങോട്ട് കുടിക്കും. കുടിച്ചുകൂടായിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇഷ്ടം കൊണ്ട് അങ്ങനെ കുടിക്കുന്ന ഒരു ഐറ്റം അല്ല അത്. ഏട്ടനും ആദിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ജ്യൂസിന് പിടുത്തല്ല. അപ്പൊ അങ്ങനെ ഒരേ ഒരു കരിമ്പ് ജ്യൂസ് ഓർഡർ ആക്കി ഞാൻ പതിവ് പോലെ ഒരേ ഒരു മിടുക്ക് കുടിച്ചു. ബാക്കി അവന് കൊടുത്തു. അവൻ പാവം അത് കിട്ടിയ പാട് തന്നെ എന്താ പറയുക ഒറ്റ വലിക്കെന്ന് പറഞ്ഞ കൂട്ട് അത് അകത്താക്കിട്ടോ. എന്താ വെച്ചാ ആസ്വദിച്ച് കുടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്യും, മഴ കൊള്ളും. കൊടയും കയ്യിലില്ല. കൊടയുണ്ട്, ഒരു കൊട, അത് പൊട്ടക്കൊടയാണ്. ഇനി പകുതി വെള്ളം ഉള്ളിൽ വീഴും. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് കുട ഇറങ്ങിയപ്പോ കണ്ടില്ല. അപ്പൊ കിട്ടിയ കൊട എടുത്ത് ഓടിയതാണ്. അതാണെങ്കിൽ പാട്ടക്കൊടയാണ്. ഞാൻ നേരത്തെ കാണിച്ചല്ലേ വീഡിയോയിൽ. അത് ഞാനത് മറന്നുപോയി. നല്ല സ്വാദുണ്ട് അമ്മ, അത്ര കുടിച്ചേ എന്നൊക്കെ എന്റെ കുട്ടി കുറെ എന്നെ നിർബന്ധിക്കുകയൊക്കെ ചെയ്തു. ഞാൻ നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേക്ക് വല്ലാണ്ട് ഒരു പിടുത്തല്ല ഉള്ളത്. സ്വാദൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വേറെ കാര്യം. അങ്ങനെ നമ്മൾ നടന്ന് വീട്ടിലെത്തി. ഓന് മേടിച്ച സാധനങ്ങളൊക്കെ മേശപ്പുറത്ത് എടുത്ത് വെച്ചാണ്. ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. കുറേ കഴിയുമ്പോ അങ്ങനെ ബാക്കി മേടിച്ചിട്ട് വരാച്ചു. അപ്പൊ ഒരു വലിയ കോഴീനെ എടുത്തു. പിന്നെ ഈ ഷവർമ്മയ്ക്ക് വെട്ടുമ്പോ അല്ലേ അതിന്റെ എല്ലും മുട്ടിയൊക്കെ ഉണ്ടാവും. അതിൽ അത്യാവശ്യം നല്ല ഇറച്ചി ഉണ്ടാവും. അതൊരു 100 രൂപയ്ക്ക് മേടിച്ചിരുന്നു. കാരണം ഈ ഇറച്ചി അങ്ങനെ കഴുകി നേരേക്ക് ഫ്രിഡ്ജിക്ക് വെക്കാനാ, ആദ്യക്ക് ഡെയിലി കൊടുക്കണ്ടേ. അതിന് പിന്നെ ഉള്ളിയും തക്കാളിയൊന്നും വഴച്ചണ്ടല്ലോ, വെറുതെ വേവിച്ച് അങ്ങനെ കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അതിനത് അങ്ങനെ കഴുകി നേരേക്ക് എടുത്തു. ബാക്കി എല്ലാം മുട്ടിയിട്ടിട്ട് എന്തോ ഒരു സൂപ്പ് പോലത്തെ ഒരു കറി വെച്ചു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മള് സാധാ ഇറച്ചി മേടിക്കുന്ന അത്രയും ആ ഒരു ഇറച്ചിയിൽ ഉണ്ടാവൂല, കൂടുതലല്ലായിരിക്കും. എന്നാലും 100 രൂപയ്ക്കൊക്കെ മേടിച്ച ഇഷ്ടം പോലെ ഉണ്ട്. അത് അങ്ങനെ ആക്കി. പിന്നെ ബാക്കി ഓന് മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഡപ്പയിലൊക്കെ ആക്കിയിരുന്നു. 10 ദിവസം കുറ പറയാ അമ്മ എത്ര തോനെ സാധനം ഒന്നും ഓന് മേടിക്കണ്ടേന്ന്. ഇതിനെല്ലാം എനിക്കൊരു പങ്ക് വേണം. ജിമ്മായാലും ശരി, എന്ത് കുന്തായാലും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറ പറഞ്ഞോണ്ടിരിക്കാൻ പറഞ്ഞു. ഏട്ടയ്ക്ക് കൊടുക്കണ്ടെങ്കിൽ അമ്മൂട്ടിക്ക് തരും. അത്രയും പറഞ്ഞു തോന്നിയ ഞാനൊരു ഭാഗത്ത് സമാധാനപ്പെടുത്തി അങ്ങനെ നിർത്തേണ്ടായത് കേട്ടോ. എന്താ ചോനൊരു സഹിക്കാൻ പറ്റായ ബിനായിട്ട് ഒറ്റയ്ക്ക് മേടിക്കുന്നുണ്ടപ്പോഴേ. അപ്പോ ഈ പറഞ്ഞ കൂട്ട് അത്യാവശ്യം നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ചെല്ലണമെങ്കിൽ നമ്മള് വേറെ ഒന്നും അല്ലെങ്കിലും ഇങ്ങനത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും വേണ്ടേ. മൂപ്പർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ചെയ്യുക. എത്തണ വരെ എങ്ങനെ പോട്ടെ. എത്തണില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളെ വീട്ടിൽ എന്താ വിളിച്ചാൽ അതവിടെ കൊടുക്കുക. അല്ല എന്താ കാട്ടുക അല്ലേ. നമുക്ക് എത്തണമാരെയും പറ്റണമാരെയൊക്കെ അമ്മ അച്ഛൻ ഒപ്പിക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ പറയുന്നുണ്ട് അമ്മ ഞാൻ പാർട്ട് ടൈം ആയിട്ട് എന്തിനേലൊക്കെ പോവാ, എത്ര വട്ടം പറഞ്ഞു ചെയ്യണം, അച്ഛക്ക് കഷ്ടപ്പാടില്ലല്ലോ ഒക്കെ. അതിനൊന്നും അവന്റെ അച്ഛൻ സമ്മതിക്കണില്ല. ആദ്യേ എന്റെ അണ്ടിപ്പരിപ്പ് മുന്തിരി കടല. ഞാൻ ഫ്രിഡ്ജ് തുറന്നോ? ഫ്രിഡ്ജ് തുറന്നിട്ടോ? ഫ്രിഡ്ജ് തുറക്ക്. അത് ഈത്തപ്പഴം കുറച്ചൊന്നും പായി. കുട്ടിക്ക് ആ പുറത്തുനിന്ന് കുട്ടി പോണില്ലേ, അച്ഛനോട് ഒരേ മുക്കിൽ നിക്കണ്ടാന്ന്. ഞാൻ തുറക്ക് ഫ്രിഡ്ജ് തുറക്ക്. നിങ്ങക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ട്, എടുത്തോ. മുട്ട നോക്കി നോക്ക്. ഇനി ഇതൊന്നും അല്ല ഏട്ടാ. ഇവിടെ വന്ന് നോക്ക് ഏട്ടാ, ഇവിടെ വന്ന് നോക്ക്. അവന് വെറും ചിക്കൻ, നമുക്ക് ആ ചിക്കന്റെ ബാക്കി എല്ലും മുട്ടി. ഇത് മൊത്തം അവന്. ഇന്ന് തിന്നില്ലേ, അത് കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കാനാ.
ഇതൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ട് നിന്നെ വരുമ്പോ വെറുപ്പിച്ചില്ലേ എന്ന് ചോദിക്കും എന്റെ അടുത്ത്. കടയിൽ പറയാണ് അമ്മേ, ആ ചങ്ങായി ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അയാൾ ഇങ്ങനെ സാധനം എടുത്ത് തരിക. അയാൾ എന്താണ് കിച്ചൺ സ്കെയിലോ എന്തൊരു സാധനം പറഞ്ഞാലും മനസ്സിലാവില്ല അതിനെ. ഞാൻ പറഞ്ഞു പോവാൻ നേരത്ത് നിങ്ങൾ എന്തായാലും അങ്ങനെ പറഞ്ഞേക്ക് സങ്കടമായി പറഞ്ഞതിന് തെറ്റി. തെറ്റണ്ടേ? ഞാൻ ആ പറഞ്ഞല്ലോ എന്താ തെറ്റുള്ളു? ആ അതാ തെറ്റിക്കോന്ന് എന്നോട് തെറ്റിക്കോന്ന്. ആ എന്നോട് മൂക്കും മോറും കാട്ടു രമേശേട്ടാ പറയും മനുഷ്യ. നല്ല നാല് വർത്താനം പറ കുട്ടീനെ. ഇവൻ പറഞ്ഞൊക്കെ കേൾക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അടയിലോക്കില്ലേ ടൂർ രമേശേട്ടാ എന്ത് മനസ്സിലാണ്ട് സിക്സ് പാക്ക് ഉണ്ട്, അത് മതിയോ? അതുണ്ടാക്കിട്ട് നമ്മക്ക് ആ കുമ്പ ഉണ്ടാകൊണ്ടാണ് അനക്ക് അവിടെ ഇങ്ങനെ ഈ സിക്സ് പാക്ക് വന്നത്.